6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3rd യൂണിറ്റ് ആയിട്ടുള്ള എംബ്രേസിംഗ് ഡിഫറൻസസിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ഡു വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ ലേൺ എബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം. വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ എന്താ, കാഴ്ചക്ക് പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവില്ലേ, കണ്ണ് കാണാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവർക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെക്കുറിച്ച് എങ്ങനെയാണ് അവർ പഠിക്കുക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ലെറ്റ്സ് റീഡ് ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് ലൂയിസ് ബ്രെയ്ലി who changed the world of visually challenged people. നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു സ്റ്റോറിയെ കുറിച്ച് പറയുന്നത് അല്ലേ. എങ്ങനെയുള്ള സ്റ്റോറിയാണ്? വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളുടെ ലോകം തന്നെ മാറ്റിമറിച്ച ലൂയിസ് ബ്രെയ്ലിയുടെ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് അല്ലേ. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്റ്റോറിയിൽ പറയുന്നതെന്ന് അല്ലേ. അപ്പോൾ എന്താ സ്റ്റോറിയുടെ പേര് വരുന്നത്? 6 dots എന്നാണ് അല്ലേ. 6 dots എന്ന് വെച്ചാൽ എന്താ, 6 കുത്തുകൾ. മൈ ലൈഫ് ചേഞ്ച്ഡ് ദാറ്റ് ഡേ. ആ ദിവസമാണ് എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് അല്ലേ. ചേഞ്ച് ആയിപ്പോയ ആ ഒരു ദിവസമാണത്. ഐ ഹാഡ് ബീൻ പ്ലേയിങ് വിത്ത് പപ്പാസ് ഓൾ. ഞാൻ പപ്പയുടെ ഓൾ എന്ന് വെച്ചാൽ എന്താ, ഓൾ എന്ന് വെച്ചാൽ തോലുളി, ഇങ്ങനെ കൂർത്ത മുനയൊക്കെയുള്ള ഈ ഒരു പിക്ചർ കണ്ടില്ലേ, ഇതാണ് സാധനം. അത് വെച്ച് ഇവൻ എന്ത് ചെയ്യായിരുന്നു, കളിക്കുകയായിരുന്നു. ഇറ്റ് പ്രൂവ്ഡ് ടു ഷാർപ്പ് ഫോർ മൈ ഐസ്. അതിന് നല്ല മൂർച്ചയുണ്ടെന്ന്, നല്ല ഷാർപ്പാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? ഫോർ മൈ ഐസ്, എൻ്റെ കണ്ണുകൾക്കാണ് ആ ഒരു തെളിവ് കിട്ടിയതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉളി എന്ത് സംഭവിച്ചു, അത് കണ്ണിൽ കുത്തിയിട്ടുണ്ട്. അതാ പറയുന്നത്, അത് നല്ല മൂർച്ചയുണ്ടെന്ന് കണ്ണിന് തെളിഞ്ഞു എന്നല്ലേ. കണ്ണിന് മനസ്സിലായി ഇത് നല്ല മൂർച്ചയുള്ള സാധനം. യു ആർ ടു കെയർലെസ് ലൂയിസ്, പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രെസ്. നീ ഭയങ്കര കെയർലെസ് ആണ്, നിനക്ക് തീരെ ശ്രദ്ധയില്ല ലൂയിസ് എന്ന് പറഞ്ഞിട്ട് പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രെസ്. പപ്പ അതീവ ദുഃഖത്തോടെ എന്ത് ചെയ്യാണ്, കരയാണ് ചെയ്യുന്നതിലേ. കാരണം എന്താ, ഈ ഉളി കൊണ്ടിട്ടുള്ളത് എവിടെയാ, ഇവൻ്റെ കണ്ണിലാണ് കുത്തിയിട്ടുള്ളത്. എ ഹീലർ ബാൻഡേജ്ഡ് മൈ ഐ. ഹീലർ എന്ന് വെച്ചാൽ വൈദ്യൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയില്ലേ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, എൻ്റെ കണ്ണ് ബാൻഡേജ് വെച്ച് കെട്ടിയിട്ടുണ്ട്. ബട്ട് ദ ബാൻഡേജ് ഇറ്റ്ഡ് സോ മച്ച്. പക്ഷെ ആ ഒരു ബാൻഡേജ് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ടായിരുന്നു. ഇച്ചിങ് എന്ന് വെച്ചാൽ എന്താ, അതിങ്ങനെ കെട്ടിവെച്ചിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിയല്ലേ, ചൊറിയുന്ന പോലെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മൈ ഹാൻഡ്സ്, എൻ്റെ കൈകൾ, ലൈക്ക് ദ സ്പാരോസ് ഇൻ ദ ട്രീസ് വർ സ്മോൾ ആൻഡ് ക്യൂക്ക്. എൻ്റെ കൈകൾ എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്, മരങ്ങളിലിരിക്കുന്ന, മരത്തിലൊക്കെ ഉണ്ടാകുന്ന സ്പാരോസിനെ പോലെ, കുരുവികളെ പോലെ ചെറുതാണ് എൻ്റെ കൈ. അതുപോലെ തന്നെ ക്യുക്കാണ്, ഭയങ്കര സ്പീഡ് അല്ലേ, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒന്നുമാണ് എൻ്റെ കൈ. ഐ കുഡൻ കീപ് ദം എവേ. എനിക്ക് അവയെ അകറ്റി നിർത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ ഈ കണ്ണ് കെട്ടിവെച്ചത് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ട് അല്ലേ, ചൊറിയുന്നുണ്ട്. അങ്ങനെ ചൊറിയുന്ന സമയത്ത് നമുക്ക് കൈയിനെ അടക്കി നിർത്താൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ചൊറിയണം എന്നുള്ളൊരു ഫീലല്ലേ വരിക. അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത്, അവന് കൈ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. then അവൻ എന്ത് ചെയ്തു, ചൊറിഞ്ഞെടുത്ത് അവന് മാന്തിയിട്ടുണ്ടാവും കൈ യൂസ് ചെയ്തിട്ടില്ലേ. then I didn't mean to make things worse. കാര്യങ്ങളൊക്കെ കൂടുതൽ മോശമായ അവസ്ഥയിലാക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ, പക്ഷേ ബട്ട് ഐ ഡിഡ്, പക്ഷെ ഞാനത് ചെയ്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കണ്ണ് ഓൾറെഡി മുറിയായിട്ടിരിക്കുന്ന കണ്ണാണില്ലേ, അപ്പോൾ അത് കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ അതിലിങ്ങനെ ഇച്ചിങ് ഫീൽ ചെയ്തപ്പോൾ, അത് ചൊറിച്ചിൽ ഫീൽ ചെയ്ത ടൈമിൽ അവനത് കൈ വെച്ചു എന്ന് മാന്തിയിട്ടുണ്ടായിരുന്നു. ദ ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ അതർ ഐ. അങ്ങനെ ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, ആ ഒരു കണ്ണിലുണ്ടായിരുന്ന ആ ഒരു ഇൻഫെക്ഷൻ, അതിൻ്റെ ആ ഒരു അണുബാധ മറ്റേ കണ്ണിലേക്കും കൂടി സ്പ്രെഡ് ചെയ്യുകയാണ്, പകരാണ് ചെയ്യുന്നത്. അൺടിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ. ഏതുവരെ, എനിക്ക് ഒന്നും കാണാൻ കഴിയാത്ത തരത്തിലേക്ക് അല്ലേ, അത്രയും രണ്ട് കണ്ണിനും അത് ബാധിക്കുകയാണ് ചെയ്തിട്ടില്ല. നോ ട്രീസ് ഓർ സ്പാരോസ്. എന്താ, ട്രീകൾ കാണാനില്ല, അതുപോലെ സ്പാരോസ് കുരുവികളെ കാണാനില്ല. നോ ഫേസസ്, ആരുടെ മുഖവും കാണാനില്ല. നോ ലോസ് ഓഫ് ബ്രെഡിൻ്റെ ഒരു പീസ് പോലും, ഒരു ചെറിയ കഷ്ണം പോലും എനിക്ക് കാണാനില്ല. എന്ന് വെച്ചാൽ ഒന്നും കാണാതായി, രണ്ട് കണ്ണിനും ഇൻഫെക്ഷൻ ബാധിച്ചു. ബൈ ദ ടൈം ഐ ടേൺഡ് 5 ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്. എന്താ, എനിക്ക് 5 വയസ്സുള്ള സമയത്ത്, 5 വയസ്സുള്ള പ്രായമാണെന്ന്, ആ ടൈമിൽ തന്നെ എന്തായിട്ടുണ്ട്, ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ബ്ലൈൻഡ് ആയിട്ടുണ്ട് അല്ലേ, അന്ധനായിട്ടുണ്ട്, കണ്ണ് കാണാത്ത ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അല്ലേ. വാട്ട് കോസ്ഡ് ലൂയിസ് ടു ലോസ് ഹിസ് സൈറ്റ്. ലൂയിസിന് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാനായിട്ട് കാരണമായിട്ടുണ്ടായിരുന്ന സംഭവം അതെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ലൂയിസ് പ്ലേഡ് വിത്ത് ഹിസ് പപ്പാസ് ഓൾ ആൻഡ് ഇറ്റ് ഫെൽ ഇൻ ടു ഹിസ് ഐസ് ആൻഡ് ഇൻജുവേർഡ്. ദിസ് ലീഡ്സ് ടു ലോസ് ഹിസ് സൈറ്റ് അല്ലേ. നമ്മളിവിടെ പറഞ്ഞു അല്ലേ, ലൂയിസ് അവൻ്റെ പപ്പയുടെ ആ ഉളിയുമായിട്ട്
കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അത് എന്ത് ചെയ്തു, അവൻ്റെ കണ്ണിലേക്ക് വീണു, പരിക്ക് പറ്റിയില്ലേ. ദെൻ അതാണ് അവൻ്റെ കാഴ്ച നഷ്ടപ്പെടാനായിട്ടുള്ള കാരണമായിട്ടുണ്ടായിരുന്നത്. മൈ വേൾഡ് വാസ് ഡാർക്ക് ആൻഡ് ഡേഞ്ചറസ്. എൻ്റെ ലോകം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഡാർക്ക് ആയിരുന്നു അല്ലേ, ഇരുണ്ടതായിരുന്നു. അതുപോലെ ഡേഞ്ചറസ്, അപകടകരമായിട്ടുള്ളൊരു ലോകമായിരുന്നു പിന്നീട് എനിക്കുണ്ടായിരുന്നത്. ഐ സ്റ്റംബിൾഡ് എബൌട്ട് ദി ഹൗസ്. ഞാൻ വീട്ടിനകത്തൊക്കെ ആകെ സ്റ്റംബിൾഡ് എന്ന് വെച്ചാൽ കാലിടർ അല്ലേ, കണ്ണ് കാണാതെ ഇങ്ങനെ നടക്കണം, അപ്പോൾ അവിടെ ഇവിടേക്ക് വീഴാനായിട്ട് പോകുന്നുണ്ട്. ദെൻ ബാങ്ങിങ് ഇൻ ടു ദി ചെയേഴ്സ്, ദി വാൾസ്, ദി ഡോർസ്. അതുപോലെ ചെയറുകളിൽ, കസേരകളിലും ചുമരുകളിലും വാതിലുകളിലും ഒക്കെ പോയി ഞാൻ ഇടിക്കുന്നുണ്ട് അല്ലേ, കാണാതെ അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് തലയൊക്കെ മുട്ടുന്നുണ്ട്. മൈ ബോഡി ഏക്ക്ഡ്. എൻ്റെ ശരീരം മൊത്തത്തിൽ വേദനയാണ് അല്ലേ, എല്ലായിടത്തും തട്ടി തടഞ്ഞ് വീഴുന്നൊക്കെ ഉണ്ടാവും. വേർ ഈസ് ദ സൺ, ഐ ക്രൈഡ്. എവിടെയാണ് സൂര്യൻ എന്നും പറഞ്ഞ് ഞാൻ കരയുന്നുണ്ട്. ബട്ട് ദി സൺ ഡിഡ് നോട്ട് കം. പക്ഷേ സൂര്യൻ വന്നില്ല അല്ലേ, എന്ന് വെച്ചാൽ എന്താ, അവന് കണ്ണിലേക്ക് ഒരു വെളിച്ചം കിട്ടാൻ, എന്തെങ്കിലും ഒന്ന് കാണാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ചോദിക്കുന്നത്, എവിടെയാ സൂര്യൻ, എവിടെയാ വെളിച്ചം എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അവന് കണ്ണിന് പിന്നീട് കാഴ്ചയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഐ സാറ്റ് ബൈ ദ വിൻഡോ. ഞാൻ എന്ത് ചെയ്യാണ്, വിൻഡോയ്ക്ക് അരികിൽ പോയി ഇരിക്കുകയാണ്. ട്രെയിനിങ് മൈ ഇയേഴ്സ് ടു ഡു വാട്ട് മൈ ഐസ് കുഡ് നോട്ട്. എൻ്റെ കണ്ണുകൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ ചെവികൾ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഞാൻ ട്രെയിനിങ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ജനലിനരികിൽ പോയിരിക്കുക. എന്ന് വെച്ചാൽ കാണാൻ ഏതായാലും കഴിയുന്നില്ല അല്ലേ, അപ്പോൾ എന്തെങ്കിലും കേട്ടിട്ടൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാൻ വേണ്ടി ജനലിനരികിൽ പോയിരിക്കുകയാണ്. ക്ലാങ് ബാങ് കിഷ് കിഷ്, ദാറ്റ് വാസ് പപ്പ ഇൻ ഹിസ് ഷോപ്പ്. ദെൻ അങ്ങനെ അവന് വിൻഡോയുടെ അടുത്തിരുന്ന് ഇങ്ങനെ കേൾക്കുക, അപ്പോൾ അവന് കേൾക്കുന്ന ശബ്ദങ്ങളാണ് പറയുന്നത് അല്ലേ. ഇതെവിടെ നിന്നുള്ള ശബ്ദം, പപ്പയുടെ ഷോപ്പിൽ നിന്നുള്ള ശബ്ദം അതാണെന്ന് അവന് മനസ്സിലാക്കുകയാണ്. ദെൻ സ്വൂഷ് സ്വിഷ് സ്വൂഷ് സ്വിഷ്, ലോങ് സ്കേർട്ടഡ് ലേഡീസ് ഹറിയിങ് ടു മാർക്കറ്റ്. ആ ശബ്ദം എന്തിൻ്റെയാണെന്ന് പറയുന്നത്, ലോങ് സ്കേർട്ട്, നല്ല നീളമുള്ള മിടിയൊക്കെ ഇട്ടിട്ടുള്ള ലേഡീസ്, പെൺകുട്ടികൾ എന്ത് ചെയ്യാണ്, അവർ മാർക്കറ്റിലേക്ക് ധൃതി പിടിച്ച് പോകുകയാണ്. അതിൻ്റെ ശബ്ദമാണത്. ക്ലാം 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 സ്റ്റോം, സോൾജിയേഴ്സ് മാർച്ചിങ് ഡൗൺ ദി സ്ട്രീറ്റ്. അതെന്തിൻ്റെ ശബ്ദമാണ്, സോൾജിയേഴ്സിലെ പട്ടാളക്കാർ എന്ത് ചെയ്യാണ്, തെരുവിലൂടെ മാർച്ച് ചെയ്യാണ്, അതിൻ്റെ ശബ്ദമാണത്. ദെൻ ഗിർ ഗിർ റഫ് റഫ് ഗിർ, ദി നൈബേഴ്സ് ആംഗ്രി ഡോഗ് ചെയിൻഡ് ടു ടൈറ്റ്. അയൽവാസിയുടെ ആംഗ്രി ഡോഗിനല്ലേ, കോപാകുലനായ അല്ലെങ്കിൽ ദേഷ്യക്കാരനായ നായയെ അദ്ദേഹം ടൈറ്റായിട്ട് കെട്ടിവെക്കാണ്, അതിൻ്റെ ശബ്ദമാണ് അത്. മൈ ഫാമിലി ഡിഡ് വാട്ട് ദേ കുഡ്. എൻ്റെ ഫാമിലി അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. പപ്പ മെയ്ഡ് എ വുഡൻ കെയിൻ. പപ്പ എനിക്ക് വേണ്ടി ഒരു വുഡൻ കെയിൻ ഉണ്ടാക്കി തന്നു അല്ലേ, എന്ന് വെച്ചാൽ ഇതിൽ കണ്ടല്ലോ അവൻ്റെ കയ്യിലൊരു വടി, അതാണ് വുഡൻ കെയിൻ എന്ന് വെച്ചാൽ മരത്തിൻ്റെ ഒരു വടി അല്ലെങ്കിൽ ഒരു മുള, അത് അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ദെൻ ഈച്ച് ഡേ ഐ വോക്ക്ഡ് എ ലിറ്റിൽ. ദെൻ പിന്നീട് എന്താ ചെയ്യാൻ തുടങ്ങി, അവൻ ഓരോ ദിവസവും കുറച്ച് നടക്കാനായിട്ട് തുടങ്ങി. ടാപ്പ് 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 ടാപ്പ്, കൗണ്ടിങ് ദ സ്റ്റെപ്സ് ബിറ്റ്വീൻ ദി ഹൗസ് ആൻഡ് ദി ഗാർഡൻ. then അങ്ങനെ നടന്ന് അവൻ എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഗാർഡനിലേക്കുള്ള ദൂരം എത്രയുണ്ട്, എത്ര സ്റ്റെപ്പാണ് വീട്ടിൽ നിന്ന് ഗാർഡനിൽ എത്താനുള്ളത്, അതൊക്കെ അവന് മനസ്സിലാക്കുകയാണ്. ദെൻ ദി വൈൻ യാർഡ് ആൻഡ് ദ ചിക്കൻ കൂപ്പ്. അതുപോലെ വൈൻ യാർഡിലേക്ക് എന്ന് വെച്ചാൽ മുന്തിരി തോട്ടത്തിലേക്ക്, അതുപോലെ ചിക്കൻ കൂപ്പ് കോഴിക്കൂടിൻ്റെ അടുത്തേക്ക്. ദെൻ ദി ബേക്കേഴ്സ്, അതുപോലെ ബേക്കേഴ്സിലേക്ക്, ആൻഡ് ദി മില്ലേഴ്സ്, മില്ലറുടെ അടുത്തേക്ക്. അങ്ങോട്ടൊക്കെയുള്ള ദൂരങ്ങൾ എത്രയാണ്, അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പാണ് അങ്ങോട്ടൊക്കെ ഉള്ളത് എന്നൊക്കെ അവനിങ്ങനെ മനസ്സിലാക്കുകയാണ് നടന്നിട്ട് ആ വടി വെച്ചിട്ട്. ദെൻ ആൻഡ് ബാക്ക് ടു പപ്പാസ് ഷോപ്പ്. ദെൻ തിരികെ പപ്പയുടെ കടയിലേക്കും. വാട്ട് സൗണ്ട്സ് ഡിഡ് ലൂയിസ് ഹിയർ വെൻ ഹി സാറ്റ് ബൈ ദി വിൻഡോ. ജനലിക്കരികിൽ പോയി ഇരുന്ന സമയത്ത് ലൂയിസ് കേട്ടിട്ടുണ്ടായിരുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ടല്ലേ, പപ്പയുടെ ഷോപ്പിൽ നിന്നുള്ള ശബ്ദം, അതുപോലെ ലോങ് സ്കേർട്ടൊക്കെ ധരിച്ച് ലേഡീസ് മാർക്കറ്റിലേക്ക് വേഗത്തിൽ നടന്നു പോകുന്ന ശബ്ദം അല്ലേ, സ്വൂഷ് സിഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ സോൾജിയേഴ്സ് മാർച്ച് ചെയ്യുന്ന അല്ലേ ആ ഒരു ശബ്ദം, അതുപോലെ അയൽവാസിയിലെ വീട്ടിലെ ആംഗ്രി ഡോഗിനെ അല്ലേ, ദേഷ്യം പിടിച്ച് നിൽക്കുന്ന അല്ലെ കോപാകുലനായ ഡോഗിനെ ടൈറ്റ് ചെയ്ത് ചെയിൻ വെച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുന്ന ആ ഒരു ശബ്ദം, ഇതൊക്കെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഹി ഹിയർഡ് ദ സൗണ്ട്സ് ഫ്രം പപ്പാസ് ഷോപ്പ്, സൗണ്ട്സ് ഓഫ് സ്കേർട്ടഡ് ലേഡീസ് ഹറിയിങ് ടു മാർക്കറ്റ്, അതുപോലെ സോൾജിയേഴ്സ് മാർച്ചിങ് ഡൗൺ ദി സ്ട്രീറ്റ്, ആൻഡ് ദ സൗണ്ട് ഓഫ് ടൈറ്റിംഗ് ദ ചെയിൻ ഓഫ് നൈബേഴ്സ് ആംഗ്രി ഡോഗ്. മൈ ബ്രദർ ടോട്ട് മീ ടു വിസിൽ. എൻ്റെ ബ്രദർ എനിക്ക് വിസിൽ അടിക്കാനായിട്ട് പഠിപ്പിച്ചു തരാണ് അല്ലേ. ആൻഡ് വെൻ ദി സൗണ്ട് എക്കോയ്ഡ് ബാക്ക് ഇറ്റ് വാണ്ട് മീ ഓഫ്
things in my path. അങ്ങനെ വിസിലടിക്കുന്ന ചൂളമടിക്കുന്ന സമയത്ത് ആ ഒരു ശബ്ദം തിരിച്ച് വരികയാണെങ്കിൽ, തിരിച്ച് എക്കോയായി കേൾക്കുകയാണെങ്കിൽ അതെന്താണ്, എൻ്റെ വഴിയിൽ വേറെ എന്തോ ഉണ്ട്, വേറെ എന്തോ ഒരു വസ്തു ഉണ്ട് എന്നുള്ള വാണിംഗ് ആണെന്നും കൂടി അവന് പഠിപ്പിച്ചു തരുന്നു. മൈ സിസ്റ്റേഴ്സ് മെയ്ഡ് എ സ്ട്രോ ആൽഫബറ്റ് ടു ഫീൽ ആൻഡ് റീഡ്. എൻ്റെ സിസ്റ്റേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് സ്ട്രോ എന്ന് വെച്ചാൽ വൈക്കോലൊക്കെ വെച്ച് ആൽഫബറ്റ്സിലെ അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളും നിർമ്മിച്ച് കൊടുക്കുകയാണ്. അത് ഫീൽ ചെയ്യാനും ഇങ്ങനെ തൊട്ട് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലേ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, AB എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതുപോലെയൊക്കെ ചെയ്ത് അവന് പഠിക്കുകയാണ്. ദെൻ പപ്പ മെയ്ഡ് ലെറ്റേഴ്സ് ഓഫ് ദി ആൽഫബറ്റ് ഫോർ മീ വിത്ത് ലെതർ സ്ട്രിപ്സ്. പപ്പ എനിക്ക് ലെറ്റേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ വെച്ചിട്ടാ? ലെതർ സ്ട്രിപ്സ് വെച്ചിട്ട്. അതുപോലെ ഓർ ബൈ പൗണ്ടിങ് റൗണ്ട് ടോപ്ഡ് നെയിൽസ് ഇൻ ടു ബോർഡ്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഒരു പലക എടുത്തിട്ട് അതിലിങ്ങനെ റൗണ്ട് ടോപ്ഡ് നെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ആണിയില്ലേ, ആണി ഇങ്ങനെ അടിക്കുക. ആ പലകയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഓരോരോ ലെറ്റേഴ്സിൻ്റെ ഷേപ്പൊക്കെ ആക്കിയിട്ട് അങ്ങനെയും ഇവനെ ലെറ്റേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വിത്ത് മോമോ ഐ പ്ലേഡ് ഡൊമിനോസ് കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് മൈ ഫിംഗർ ടിപ്സ്. ഇവിടെ ഇത് മാമൻ എന്നല്ല കേട്ടോ പ്രൊനൗൺസ് ചെയ്യുക, ഇവിടെ മോമോ എന്നുള്ള പ്രൊനൗൺസിയേഷനാണ്. ഇതൊരു ഫ്രഞ്ച് വേർഡാണ് തന്നിട്ടുള്ളത്. ഫ്രഞ്ചിൽ മോമോ എന്ന് വെച്ചാൽ എന്താണ്, അമ്മ എന്നുള്ള അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ അമ്മയുടെ കൂടെ ഐ പ്ലേഡ് ഡൊമിനോസ്, ഞാൻ ഡൊമിനോസ് കളിച്ചു. ഡൊമിനോസ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഡൊമിനോസ് എന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും കളിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാണ്, കളിക്കാണ് അമ്മയുടെ കൂടെ അല്ലേ. എങ്ങനെയാ, കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് മൈ ഫിംഗർ ടിപ്സ്. ആ ഡോട്ട്സുകളൊക്കെ അല്ലേ, അതിലുള്ള ഓരോരോ ഡോട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ അവൻ്റെ ഫിംഗർ ടിപ്പ് കൊണ്ട് വിരൽ തുമ്പുകൊണ്ട് അവനിങ്ങനെ എണ്ണിയിട്ട് അവനും അമ്മയും കൂടി അതും കളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ദ വില്ലേജ് പ്രീസ്റ്റ് ടോട്ട് മീ ടു റെക്കഗ്നൈസ് ട്രീസ് ബൈ ദയർ ടച്ച്, ഫ്ലവേഴ്സ് ബൈ ദയർ സെന്റ് ആൻഡ് ബേർഡ്സ് ബൈ ദയർ സോങ്. വില്ലേജിലെ പുരോഹിതൻ എനിക്ക് ടച്ച് ചെയ്തുകൊണ്ട് അല്ലേ, തൊട്ട് നോക്കിക്കൊണ്ട് മരങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ മണത്ത് നോക്കിയിട്ട് ഫ്ലവേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ സോങ് കേട്ടിട്ടില്ലേ, ഓരോ ബേർഡ്സിൻ്റെയും ആ ഒരു സോങ് ഉണ്ടാവില്ലേ, അവരുടെ ആ ഒരു സൗണ്ട് അത് കേട്ടുകൊണ്ട് ബേർഡ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ, ഐ ആസ്ക്ഡ് ഹിം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആ പ്രീസ്റ്റിനോട് അവന് ചോദിക്കുകയാണ്, ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള അല്ലേ, കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന്. അപ്പോൾ നോ ലൂയിസ്, ദ പ്രീസ്റ്റ് റിപ്ലൈഡ്, ഐ ആം സോറി. ഇല്ല ലൂയിസ് എന്ന് അദ്ദേഹം മറുപടി പറയാം അല്ലേ, ഐ ആം സോറി, ഇല്ല എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയാണ്. വെൻ ഐ വാസ് ഓൾഡർ ഐ വെൻറ്റ് ടു സ്കൂൾ വിത്ത് ദ അതർ വില്ലേജ് ചിൽഡ്രൻ. ഞാൻ കുറച്ച് വലുതായപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, വില്ലേജിലെ കുട്ടികളുടെ കൂടെ സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. All day they wrote down words and numbers or read aloud from printed pages. എല്ലാ ദിവസവും അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള കുട്ടികളൊക്കെ വാക്കുകളും നമ്പേഴ്സും ഒക്കെ എഴുതുന്നുണ്ട്, അതുപോലെ ഉച്ചത്തിൽ വായിക്കുന്നുണ്ട്. ഫ്രം പ്രിൻറ്റഡ് പേജ് അല്ലേ, പ്രിൻറ്റഡ് ആയിട്ടുള്ള പേജുകളിൽ നിന്ന്, നല്ല ഭംഗിയുള്ള പുസ്തകത്തിൻ്റെ പേജുകളുണ്ടല്ലോ, അതിൽ നിന്ന് അവർ വായിക്കുന്നു എഴുതുന്നു ഒക്കെ ഉണ്ട്. ഐ സാറ്റ് ഇൻ ദ ഫ്രണ്ട് റോ ലിസണിങ് ആൻഡ് മെമ്മറൈസിങ്. ഞാൻ ഫ്രണ്ട് റോലനല്ലേ, ഫസ്റ്റ് വരയിൽ തന്നെ അവൻ ഇരിക്കുന്നുണ്ട്. ലിസണിങ് ആൻഡ് മെമ്മറൈസിങ്, എങ്ങനെ ഇരിക്കുന്നത്, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടും അതുപോലെ മെമ്മറൈസ് ചെയ്തുകൊണ്ടും അല്ലേ, മനഃപ്പാഠമാക്കിക്കൊണ്ടും ഞാൻ ഫ്രണ്ട് റോയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ, ഐ ആസ്ക്ഡ് മൈ ടീച്ചർ. ടീച്ചറുടെ അടുത്തും അവൻ അതന്നെ ചോദിക്കുകയാണ് അല്ലേ, ബ്ലൈൻഡ് ആയിട്ടുള്ള എന്നെ പോലെ അന്ധനായിട്ടുള്ള കണ്ണ് കാണാത്ത കുട്ടികൾക്കുള്ള ബുക്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ടീച്ചറോടും ചോദിക്കുന്നുണ്ട്. നോ ലൂയിസ്, ദ ടീച്ചർ റിപ്ലൈഡ്, ഐ ആം സോറി. ടീച്ചറും അതന്നെ പറയുന്നത് അല്ലേ, ഐ ആം സോറി, ഇല്ല എന്ന് അവനോട് മറുപടി പറയാം. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് പീപ്പിൾ ടു ഫീൽ സോറി ഫോർ മീ. I just wanted to read and write on my own like everyone else. I didn't want people to feel sorry for me. ഇതുപോലെ ആളുകൾ എന്നോട് ഇങ്ങനെ സോറി ബുക്ക് ഇല്ല എന്നൊക്കെ പറയുന്നത് ഫീൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അല്ലേ, എനിക്കങ്ങനെ വേണ്ടായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഓൺ മൈ ഓൺ ലൈക്ക് എവ്രി വൺ എൽസ്. ബാക്കിയുള്ളവരെല്ലാവരെയും പോലെ തന്നെ എനിക്കും എന്ത് ചെയ്യണം, സ്വയം വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യണമായിരുന്നു. നെക്സ്റ്റ്, ഹൗ ഡിഡ് ലൂയിസ് ബ്രദർ, സിസ്റ്റേഴ്സ് ആൻഡ് പപ്പ ഹെൽപ്പ് ഹിം റീഡ്. ലൂയിസിനെ അവൻ്റെ ബ്രദറും അതുപോലെ സിസ്റ്റേഴ്സും അതുപോലെ പപ്പയൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു റീഡ് ചെയ്യാനായിട്ട് അല്ലേ, വായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നത്. അവരൊക്കെ എന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു അത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ബ്രദർ
taught him to whistle. ബ്രദർ എന്ത് പഠിപ്പിച്ചു കൊടുത്തു? വിസിൽ അടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. Then sister made a straw alphabet to feel and read. അല്ലേ, സിസ്റ്റർ അവന് വേണ്ടിയിട്ട് സ്ട്രോ ആൽഫബറ്റ്, വൈക്കോൽ വെച്ച് ആൽഫബറ്റ് ഒക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫീൽ ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ടില്ലേ, തൊട്ട് നോക്കിയിട്ട്. Next, Papa helped him by making letters with leather strips and by pounding round-topped nails into boards. പപ്പ എന്താ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ? ലെതർ സ്ട്രിപ്സ് ഒക്കെ വെച്ചിട്ട് എന്താ ലെറ്റേഴ്സ് ഇല്ലേ, ലെറ്റേഴ്സ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണികൾ വെച്ച് ഇങ്ങനെ ബോർഡിൽ പലകയിൽ ആണിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ അത് ടച്ച് ചെയ്തിട്ട് എന്താ വായിക്കാനൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഹൗ ഡിഡ് ലൂയിസ് ലേൺ ടു എക്സ്പീരിയൻസ് ദ വേൾഡ് അറൗണ്ട് ഹിം വിത്തൗട്ട് സൈറ്റ്. അല്ലേ, കാഴ്ചയില്ലാതെ അവൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ലോകത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, എങ്ങനെയാണ് ഈ ലോകത്തെക്കുറിച്ച് കാണാതെ അവന് മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഹി ലേൺ ടു എക്സ്പീരിയൻസ് ട്രീസ് ബൈ ടച്ച്, ഫ്ലവേഴ്സ് ബൈ ദെയർ സ്മെൽ ആൻഡ് ബേർഡ്സ് ബൈ ദെയർ സോങ്. അല്ലേ, മരങ്ങളെ ടച്ച് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുമായിരുന്നു, അതുപോലെ ഫ്ലവേഴ്സിനെ സ്മെൽ ചെയ്തുകൊണ്ട് അല്ലേ അതിന് മണം നോക്കിയിട്ട് മനസ്സിലാക്കുമായിരുന്നു, അതുപോലെ ബേർഡ്സിനെ അതിൻ്റെ സോങ് വെച്ചിട്ടല്ലേ അത് പാടുന്ന പാട്ടനുസരിച്ച് ബേർഡ്സിനെ മനസ്സിലാക്കുമായിരുന്നു. That was when a neighbor of mine, a Marquis with influence, got me admitted to the Royal School for the Blind in Paris. അപ്പോഴാണ്, ആ ഒരു സമയത്താണ് എൻ്റെ അയൽവാസിയായിട്ടുള്ള മാർക്വീസ് എന്ന് പറയുന്ന ഒരാൾ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് എനിക്ക് പാരീസിലുള്ള റോയൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന സ്കൂളിൽ ഒരു അഡ്മിഷൻ റെഡിയാക്കി അല്ലേ, എന്നെ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടായിരുന്നു. ഐ വാസ് എക്സൈറ്റഡ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അല്ലേ, ഭയങ്കര ആവേശത്തിലായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടില്ലേ. ഐ വാസ് ടോൾഡ് ദർ വുഡ് ബി ബുക്സ് ഫോർ ദി ബ്ലൈൻഡ് ഇൻ ദി സ്കൂൾ. ആ സ്കൂളിൽ ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ടില്ലേ, കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്സ് ഒക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. But Memo thought I was too young to be away from home. I was only 10 then. പക്ഷേ അമ്മ ചിന്തിച്ചിരുന്നത് അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ ഭയങ്കര യങ് ആണല്ലേ, ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ അങ്ങോട്ടൊന്നും പോകാറായിട്ടില്ല എന്നായിരുന്നു അമ്മ ചിന്തിച്ചിരുന്നത്. ഐ വാസ് ഓൺലി 10 then. എനിക്ക് ആകെ 10 വയസ്സേ അന്നുണ്ടായിരുന്നുള്ളൂ. ഐ ലവ് യു, ഐ ടോൾഡ് മെമ്മ ആൻഡ് പപ്പ, ബട്ട് ഐ മസ്റ്റ് ഗോ. ഐ ലവ് യു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞു. ബട്ട് ഐ മസ്റ്റ് ഗോ, പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും അങ്ങോട്ട് പോയേ പറ്റുള്ളൂ എന്നും കൂടി അവന് പറയാണ്. അറ്റ് ദി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്, അങ്ങനെ ആ ബ്ലൈൻഡിന് വേണ്ടിയിട്ടുള്ള അല്ലേ, അന്ധരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ എത്തിയപ്പോൾ എ ഗൈഡ് ലെഡ് മീ ടു ദി ലൈബ്രറി. ഒരു ഗൈഡ് അല്ലേ, അവിടെ ഇതൊക്കെ ചെയ്തു തരുന്ന ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യാണ്, എന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. He taught me to read by tracing the raised letters on a board with my fingers. അദ്ദേഹം എനിക്ക് വായിക്കാനായിട്ട് പഠിപ്പിച്ചു തന്നു അല്ലേ. എങ്ങനെയാണ്? അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ റേസ്ഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ്, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ വിരലിങ്ങനെ വെച്ച് ട്രേസ് ചെയ്തിട്ട് വായിക്കാനായിട്ട് അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നു. My fingers traced each letter just as I had done with the letters Papa had made for me at home. ഞാൻ എൻ്റെ വിരലുകൾ ഓരോ ലെറ്റേഴ്സിനെയും ഇങ്ങനെ ട്രേസ് ചെയ്യുകയാണല്ലേ, ഓരോ ലെറ്റേഴ്സും പിന്തുടർന്ന് പോവുകയാണ്. എങ്ങനെ? എൻ്റെ ഫാദർ എൻ്റെ വീട്ടിൽ എനിക്ക് ലെറ്റേഴ്സ് ഒരുപാട് ഇതുപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെയും ഓരോ ലെറ്റേഴ്സിനെയും ഞാൻ ട്രേസ് ചെയ്തു. ബട്ട് ദി ബോർഡ് വാസ് ലോങ്. പക്ഷേ ആ ഒരു ബോർഡ് ഭയങ്കര ലോങ് അല്ലേ, ഭയങ്കര നീളമുള്ള ബോർഡായിരുന്നു. ആൻഡ് ദി ലെറ്റേഴ്സ് വേർ ടു ലാർജ്. അതുപോലെ അതിലുള്ള ലെറ്റേഴ്സും ഭയങ്കര വലിയ വലിയ ലെറ്റേഴ്സ് ആയിരുന്നു. I had to turn the page after only a few sentences. കുറച്ച് സെൻറ്റൻസുകൾ വായിക്കുമ്പോഴേക്കും എനിക്കെന്താ അടുത്ത പേജ് മറിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ. അത്രയും സെൻറ്റൻസുകളാണ് ഒരു പേജിൽ അടങ്ങിയിട്ടുള്ളൂ. ദി വേർഡ്സ് വേർ ആസ് ലാർജ് ആസ് മൈ ഹാൻഡ്. ഓരോ വേർഡ്സും ഓരോ വാക്കുകളും എൻ്റെ കൈയിൻ്റെ അത്രയും വലുതായിരുന്നു. എ സെൻറ്റൻസ് ടുക്ക് അപ്പ് ഹാഫ് എ പേജ്. ഒരു സെൻറ്റൻസിന് എന്ത് ചെയ്യുമായിരുന്നു, ആ ഒരു ബുക്കിൻ്റെ അര പേജ് എടുക്കുമായിരുന്നു അല്ലേ. ഒരു സെൻറ്റൻസ് ഒരു ബുക്കിൻ്റെ അര പേജ് എന്ന് പറയുമ്പോൾ ആകെ ഒരു പേജിൽ എത്ര ഉണ്ടാവുക? ആകെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഐ സൈഡ്, ഈവൻ ഇഫ് ഐ റീഡ് 100 books ലൈക്ക് ദീസ്, ഹൗ മച്ച് കുഡ് ഐ ലേൺ? ഈ സൈഡ് എന്ന് വെച്ചാൽ ഞാൻ നെടുവീർപ്പിട്ടു. ഇങ്ങനെയുള്ള ഒരു 100 ബുക്ക് ഞാൻ വായിക്കുകയാണെങ്കിലും എനിക്ക് ആകെ എത്രയാണ് പഠിക്കാൻ കഴിയുക എന്ന് ആലോചിച്ച് നെടുവീർപ്പിട്ടു എന്ന് വെച്ചാൽ ഇവന് പറയുന്നുണ്ട് അല്ലേ, ആ ഒരു ബുക്കിൻ്റെ ഒരു പേജിൻ്റെ പകുതി എത്തുമ്പോൾ ആകെ ഒരൊറ്റ സെൻറ്റൻസേ ആകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പേജിൽ ആകെ 2 സെൻറ്റൻസ് ഉണ്ടാവുള്ളൂ അല്ലേ.
അങ്ങനെയുള്ള 100 ബുക്കുകൾ വായിച്ചാലും ഇപ്പോൾ ആകെ എത്ര അവന് പഠിക്കാൻ കഴിയും? ആകെ കുറച്ച് കാര്യം മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ അവനിങ്ങനെ ആലോചിക്കുകയാണ്. ഇനി ഇവിടെ സൈഡിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഡിഡ് ലൂയിസ് ഇനീഷ്യലി ലേൺ ടു റീഡ് അറ്റ് ദ റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡ്? ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ടുള്ള റോയൽ സ്കൂളിലേക്ക് പോയ സമയത്ത് അവിടെ ഇനീഷ്യലി എന്ന് വെച്ചാൽ ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു അവിടെ അവന് ബുക്സ് വായിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് ഫസ്റ്റായിട്ട് അവന് അവിടുന്ന് ബുക്ക് വായിച്ചതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ലൂയിസ് ലേൺ ടു റീഡ് ബൈ ട്രേസിങ് ദ റൈസ്ഡ് ലെറ്റേഴ്സ് ഓൺ എ ബോർഡ് വിത്ത് ഹിസ് ഫിംഗേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് അല്ലേ. അവന് ഒരു ബോർഡിൽ ഇങ്ങനെ റേസ് ചെയ്ത് പൊന്തി നിൽക്കുന്ന കുറച്ച് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിങ്ങനെ ട്രേസ് ചെയ്ത് വിരൽ വെച്ച് ഇങ്ങനെ ട്രേസ് ചെയ്ത് വായിച്ചുകൊണ്ടായിരുന്നു അവന് വായിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ മേജർ ചലഞ്ച് ലൂയിസ് ഫേസ്ഡ് അറ്റ് ദ റോയൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്? ആ റോയൽ സ്കൂളിൽ ലൂയിസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെയിനായിട്ടുള്ള ഒരു ചലഞ്ച്, ഒരു പ്രശ്നം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ദി ബോർഡ് വാസ് ലോങ് ആൻഡ് ലെറ്റേഴ്സ് വർ ടു ലാർജ്. അവന് വായിക്കുന്ന ആ ഒരു ബോർഡ് എന്ന് പറയുന്നത് ഭയങ്കര നീളമുള്ളതായിരുന്നു അല്ലേ. അതുപോലെ അതിൽ ലെറ്റേഴ്സും ഭയങ്കര സൈസ് ഉള്ളതായിരുന്നു അല്ലേ, ഭയങ്കര വലുതായിരുന്നു. അതായിരുന്നു അവൻ നേരിട്ടിരുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. ഹി ഹാഡ് ടു ടേൺ ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസസ്. കുറച്ച് സെൻറ്റൻസുകൾ കഴിയുമ്പോഴേക്കും അവനിങ്ങനെ പേജുകൾ ഇങ്ങനെ മറിക്കേണ്ടി വരികയാണ്. എ സെൻറ്റൻസ് ടുക്ക് അപ്പ് ഹാഫ് എ പേജ് സോ ഹി ക്യാൻ റീഡ് മോർ ബുക്സ്. ഒരു സെൻറ്റൻസ് തന്നെ ഒരു പേജിൻ്റെ ഹാഫ് ഭാഗമുണ്ട് അല്ലേ, പകുതി വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ബുക്കുകൾ വായിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അതായിരുന്നു മെയിനായിട്ട് നേരിട്ട പ്രോബ്ലം. ദി നെക്സ്റ്റ് ഡേ ദി ഹെഡ് മാസ്റ്റർ സമ്മൺഡ് എ മീറ്റിംഗ് ഓഫ് ദി സ്റ്റുഡൻസ്. പിറ്റേ ദിവസം ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യാണ്? കുട്ടികളെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് നടത്തുകയാണ് അല്ലേ. എവറി വൺ ഹാഡ് ഗാതേർഡ് ഇൻ ദി ബിഗ് റൂം. ആ വലിയ റൂമിൽ എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടി. ഡോക്ടർ പിഗ്നിയർ ദി ഹെഡ് മാസ്റ്റർ സ്പോക്ക് ടു അസ്. ഹെഡ് മാസ്റ്റർ പേരാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. പിഗ്നിയർ എന്ന് പറയുന്ന ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുക? ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? എ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻ ഹാസ് ഇൻവെൻറ്റഡ് എ കോഡ് ടു സെൻഡ് സീക്രട്ട് മെസ്സേജസ് ഡ്യൂറിങ് വാർ. ഫ്രഞ്ച് ആർമിയുടെ അല്ലേ, ഫ്രഞ്ച് സൈനിക ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യുദ്ധസമയത്ത്, യുദ്ധം നടക്കുന്ന ടൈമിൽ സീക്രട്ട് ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദി കോഡ് ഈസ് റെഡ് ബൈ ടച്ച് നോട്ട് ബൈ സൈറ്റ്. ആ കോഡ് എങ്ങനെയാണ് വായിക്കുന്നത്? ടച്ച് ചെയ്തുകൊണ്ടാണ് വായിക്കുക അല്ലേ, അല്ലാതെ കണ്ടുകൊണ്ട് വായിക്കുന്ന തരത്തിലുള്ളൊരു കോഡല്ലായിരുന്നു അത്. ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കി വായിക്കുന്ന ഒരു കോഡായിരുന്നു. സോ വി മൈറ്റ് യൂസ് ഇറ്റ് ഹിയർ ടു. അതുകൊണ്ട് തന്നെ ആ ഒരു കോഡ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാമെന്ന് അദ്ദേഹം പറയാണ്. You are each holding a message written with patterns of dots. The headmaster continued. നിങ്ങൾ എല്ലാവരും കയ്യിൽ വെച്ചിരിക്കുന്നത് ഒരു മെസ്സേജ് ആണ്, റിട്ടൺ വിത്ത് പാറ്റേൺസ് ഓഫ് ഡോട്ട്സ് അല്ലേ. ഡോട്ട്സ് കൊണ്ടുള്ള, കുത്തുകൾ കൊണ്ടുള്ള പാറ്റേൺ നിർമ്മിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു കോഡാണ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് നിങ്ങളുടെയൊക്കെ കയ്യിലുള്ളതെന്ന് ഹെഡ് മാസ്റ്റർ പറയാണ്. ഈച്ച് പാറ്റേൺ സ്റ്റാൻഡ്സ് ഫോർ എ സൗണ്ട് സച്ച് ആസ് ഓ ഓർ ച്. ഓരോ പാറ്റേണും എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഓരോ സൗണ്ടുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. എങ്ങനെയുള്ള സൗണ്ട്? ഓ അല്ലെങ്കിൽ ച് എന്നൊക്കെയുള്ള സൗണ്ടുകൾ കാണിക്കാനുള്ള പാറ്റേൺസ് ആണ് അതിൽ കൊടുത്തിട്ടില്ലേ എന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. വി ലിസൺഡ് ആസ് ഹി എക്സ്പ്ലെയിൻഡ്. അദ്ദേഹം വിശദീകരിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു. ഇറ്റ് വാസൻ ഈസി. അതത്ര ഈസി ഉള്ള കാര്യമൊന്നുമല്ലായിരുന്നു. ദർ വാസ് എ ലോട്ട് ടു റിമെമ്പർ. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഓർമ്മിച്ച് വെക്കാനുണ്ട്. ഫ്ലിപ്പിംഗ് മൈ പേപ്പർ ഓവർ I moved my fingers from left to right, feeling the dots. എൻ്റെ പേപ്പർ ഞാൻ മറിച്ചു, എന്നിട്ട് എൻ്റെ ഫിംഗേഴ്സിലെ എൻ്റെ വിരലുകൾ വെച്ച് ഞാൻ എന്ത് ചെയ്യാണ്? അതിൻ്റെ ഇടത് വശത്ത് നിന്ന് വലത്ത് വശത്തേക്കിലെ, ഇടത്തിൽ നിന്ന് വലത്തോട്ട് ഞാൻ ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ ചലിപ്പിച്ചു. ഫീലിംഗ് ദി ഡോട്ട്സ്. എങ്ങനെയാ? ആ ഡോട്ടുകൾ എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഇങ്ങനെ ആ വിരലുകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് എന്താന്ന് വായിക്കാൻ നോക്കുകയാണ് അവന് ചെയ്യുന്നത് അല്ലേ. ദെൻ ഫോൾ ബാക്ക്. അവന് വായിക്കുകയാണ്. എന്താണ് അതിൽ എഴുതിയിട്ടുള്ളത്? ഫോൾ ബാക്ക് എന്നാണ് അല്ലേ, പുറകോട്ട് വീഴുക എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഐ സഡൻലി ഷൗട്ടഡ് വിത്ത് എക്സൈറ്റ്മെൻറ്റ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ അല്ലേ, ആവേശത്തോടെ ഞാൻ ആ വാക്ക് ഉച്ചത്തിൽ വായിച്ചു. എവറി വൺ ലോഫ്ഡ്. എല്ലാവരും ചിരിച്ചു. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓർഡർ ഓഫ് കോഴ്സ്. അത് ശരിക്കും ഒരു ബാറ്റിൽ ഓർഡർ ആണ് അല്ലേ, യുദ്ധത്തിലുള്ള ഒരു ഓർഡറാണത്. അതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ബട്ട് നൗ മൈ ഹേർട്ട് പൗണ്ടഡ് വിത്ത് ഹോപ്പ്. പ്രതീക്ഷയോടെ എൻ്റെ ഹൃദയം ഇടിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. കാരണം എന്താ? അത് വായിക്കാൻ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം. ദെൻ ഐ ആസ്ക്ഡ് ഫോർ അനദർ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു?
വേറെ ഒന്നും കൂടി ചോദിച്ചു അല്ലേ, അതുപോലെയുള്ള വേറെ മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചു. എഗെയിൻ ഐ ടച്ച്ഡ് ദി ഡോട്ട്സ്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, അതിലെ ഡോട്ട്സുകളൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി. സപ്ലൈസ് അറൈവ് അറ്റ് ഡോൺ, ഐ റീഡ്. എന്നിട്ട് അതും വായിച്ചു അല്ലേ. എന്തായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നേ, സപ്ലൈസ് അറൈവ് അറ്റ് ഡോൺ എന്നല്ലേ. ഡോൺ എന്ന് വെച്ചാൽ എന്താ, പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാവിലെയാണ് സപ്ലൈസ് സാധനങ്ങളൊക്കെ വരിക എന്നുള്ളതായിരുന്നു മെസ്സേജ്. ദി അതേഴ്സ് ഷൗട്ടഡ് ഔട്ട് ദെയർ മെസ്സേജസ് ടു. ബാക്കിയുള്ളവര് അവരുടെ മെസ്സേജസും അതുപോലെ ഷൗട്ട് ചെയ്യാന്ന് വെച്ചാൽ ഉറക്കെ വായിച്ചു എന്നാട്ടോ, ഉച്ചത്തിൽ വായിക്കുകയാണ് ചെയ്യുന്നത്. ദി ഹെഡ് മാസ്റ്റർ ടോട്ട് മീ ടു മേക്ക് ഡോട്ട് പാറ്റേൺസ് വിത്ത് എ സ്റ്റൈലസ് ഓൺ എ പേപ്പർ കെപ്റ്റ് അണ്ടർ എ വുഡൻ ഫ്രെയിം. അപ്പോൾ ഇവർ വായിച്ച രീതിയിലുള്ള ഡോട്ട് പാറ്റേൺസ് ഉണ്ടല്ലോ, അത് നിർമ്മിക്കാനായിട്ട് ഹെഡ് മാസ്റ്റർ അവന് പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലേ. എങ്ങനെയാണ്, വിത്ത് എ സ്റ്റൈലസ് ഓൺ എ പേപ്പർ കെപ്റ്റ് അണ്ടർ എ വുഡൻ ഫ്രെയിം. ഒരു വുഡൻ ഫ്രെയിമിൻ്റെ താഴെ വെച്ചിട്ടുള്ള ഒരു പേപ്പറിൽ എന്ത് വെച്ചിട്ടാ, സ്റ്റൈലസ് വെച്ച്. സ്റ്റൈലസ് എന്ന് വെച്ചാൽ എഴുത്താണി ഉണ്ടല്ലോ, എഴുത്താണി വെച്ച് ഇതുപോലെയുള്ള ഡോട്ട് പാറ്റേൺസ് നിർമ്മിക്കൽ എങ്ങനെയാണെന്ന് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അവന് പഠിപ്പിച്ചു കൊടുത്തു. ഐ മെയ്ഡ് എ ഫ്യൂ ഓഫ് ദ ഡോട്ട് പാറ്റേൺസ്. ഞാൻ അങ്ങനെയുള്ള കുറച്ച് ഡോട്ട് പാറ്റേൺസ് ഒക്കെ എന്നിട്ട് നിർമ്മിച്ചു. ദെൻ ഫ്ലിപ്പ് ദി പേപ്പർ ടു റീഡ് ദം ബൈ ടച്ച്. എന്നിട്ട് ഇങ്ങനെ പേപ്പറൊക്കെ മറിച്ച് എന്ത് ചെയ്യാണ്, അതൊക്കെ ടച്ച് ചെയ്ത് ഇങ്ങനെ വായിക്കാനും ശ്രമിച്ചു. ഫോർ മെനി വീക്സ്, ആഴ്ചകളോളം ഐ പ്രാക്ടീസ്ഡ്. ഞാൻ അതെന്ത് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു, അത് പരിശീലിച്ചു. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, എന്താ നോക്കാം. വാട്ട് വാസ് പെക്യൂലിയർ എബൌട്ട് ദ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻസ് കോഡ്. ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻ്റെ കോഡ് ഉണ്ടല്ലേ, അവരുടെ ആ ഒരു കോഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സവിശേഷത, അതിൻ്റെ ഒരു പ്രത്യേകത അതെന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു, ഇറ്റ് ഈസ് റീഡ് ബൈ ടച്ച് നോട്ട് ബൈ സൈറ്റ്. അതെങ്ങനെയായിരുന്നു, കണ്ടുകൊണ്ട് വായിക്കുന്ന ഒരു കോഡല്ലായിരുന്നു അത്. അതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്, ടച്ച് ചെയ്തുകൊണ്ടായിരുന്നു അത് വായിക്കേണ്ടത് അല്ലേ. ഇങ്ങനെ അതിലെ ഡോട്ട്സ് ഇങ്ങനെ തൊട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു അത് വായിക്കാൻ. അല്ലാതെ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു കോഡല്ലായിരുന്നു. ദി കോഡ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദി നോർമൽ ആൽഫബറ്റ്. എന്താ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള അക്ഷരമാലയിൽ നിന്നും ആ കോഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരുന്നു. ദി കോഡ് സ്റ്റുഡ് ഫോർ സൗണ്ട്സ് നോട്ട് ലെറ്റേഴ്സ്. ആ കോഡിൽ നൽകിയിരിക്കുന്നത് എന്താ, ആ ഓരോ കോഡും ലെറ്റേഴ്സിനല്ല, ഓരോ ലെറ്റേഴ്സും അല്ല ഓരോ കോഡായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നിരിക്കുന്നത് ഓരോ ലെറ്ററിൻ്റെയും സൗണ്ടുകളാണ് തന്നിട്ടുള്ളത്. വൈ ഷുഡിൻ വി സ്പെൽ വേർഡ്സ് ആൻഡ് റൈറ്റ് സെൻറ്റൻസസ് ലൈക്ക് പീപ്പിൾ വിത്ത് നോർമൽ ഐസൈറ്റ്, ഐ തോട്ട്. എന്താ ചിന്തിച്ചത്, സാധാരണ ആളുകൾ വായിക്കുന്ന രീതിയിൽ അല്ലേ. ഇവരിപ്പോൾ എന്താ ലെറ്റേഴ്സ് ആയിട്ടല്ല, ഓരോന്നിൻ്റെ സൗണ്ടുകളായിട്ടാണ് ഇവർ വായിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ ഇവൻ പറയുന്നത്, സാധാരണ കാഴ്ചയുള്ള ആളുകൾ വായിക്കുന്ന രീതിയിൽ ഓരോ സ്പെല്ലിങ്ങും വായിക്കാനും അതുപോലെ സെൻറ്റൻസുകൾ എഴുതാനും എന്തുകൊണ്ട് നമുക്കും പറ്റിക്കൂടല്ലേ, നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് ഞാൻ ചിന്തിച്ചു. ഐ സെറ്റ് ടു വർക്ക് ഓൺ ദി ഐഡിയ. എന്നിട്ട് ആ ഒരു ഐഡിയയിൽ അല്ലേ, എന്തുകൊണ്ട് അവരെ പോലെ നമുക്കും എഴുതിക്കൂടാ എന്നൊക്കെ ആലോചിച്ച് അതിന് വേണ്ടിയിട്ട് അവന് വർക്ക് ചെയ്യാണ് അല്ലേ. അതിന് വേണ്ടി ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങുകയാണ്. ദെൻ സൈഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വാസ് ദ കോഡ് ഡിഫറെൻറ്റ് ഫ്രം ദി നോർമൽ ആൽഫബറ്റ്. നോർമൽ ആൽഫബറ്റിൽ നിന്ന് ആ കോഡ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്, വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എങ്ങനെയാണ്, ദി കോഡ് സ്റ്റാൻഡ്സ് ഫോർ സൗണ്ട്സ് നോട്ട് ലെറ്റേഴ്സ്. ആ കോഡിൽ നൽകിയിരിക്കുന്നത് എന്തായിരുന്നു, ലെറ്റേഴ്സ് അല്ലായിരുന്നു, ലെറ്റേഴ്സിൻ്റെ സൗണ്ടുകളായിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായിരുന്നു ആ ഒരു ഡിഫറൻസ്. ലേറ്റ് അറ്റ് നൈറ്റ് വൈൽ ദി അതേഴ്സ് സ്ലെപ്റ്റ് ഐ ബെൻഡ് ഓവർ മൈ സ്ലേറ്റ് ആൻഡ് പഞ്ച്ഡ് ദി പേജസ്. എന്താ പറയുന്നത്, രാത്രി ഒരുപാട് വൈകിയ സമയത്ത്, നല്ല അർദ്ധരാത്രി സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്തും ഞാൻ എൻ്റെ സ്ലേറ്റിന് മുന്നിൽ കുനിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുകയാണ്. പഞ്ച് ദി പേജസ്, എന്താ പേജുകളിൽ പഞ്ച് ചെയ്തു എന്ന് വെച്ചാൽ പേജുകളിലൊക്കെ കുത്തി ഇങ്ങനെ ഡോട്ട്സുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക, വർക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ഐ ട്രൈഡ് ഹൺഡ്രഡ്സ് ഓഫ് വേസ് ടു സിംപ്ലിഫൈ ദ ക്യാപ്റ്റൻസ് കോഡ്. എന്താ, ആ ക്യാപ്റ്റൻ തന്നിട്ടുള്ള ആ ഒരു കോഡ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കോഡിനെ സിംപ്ലിഫൈ ആക്കാൻ അല്ലേ, കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു 100 വഴികൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഐ വർക്ക്ഡ് അണ്ടിൽ മൈ ബാക്ക് വാസ് സ്റ്റിഫ് ആൻഡ് മൈ ഫിംഗേഴ്സ് ഏക്ക്ഡ്. ഞാൻ ഏതുവരെ വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്, അതിന് വേണ്ടിയിട്ട് എൻ്റെ ബാക്ക്, എൻ്റെ പുറമൊക്കെ സ്റ്റിഫ് ആകുന്നത് വരെയും അതുപോലെ എൻ്റെ ഫിംഗേഴ്സ്, വിരലുകളൊക്കെ വേദനിക്കുന്നത് വരെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പുറം സ്റ്റിഫ് ആവാന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇരുന്ന് പുറം പാറ പോലെ ആയി എന്നൊക്കെ പറയില്ല, അതുപോലെ കഠിനമാകുന്നത് വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയർ പാസ്റ്റ്, അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ദെൻ അനദർ, വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ആൻഡ് അനദർ, പിന്നെ ഒരു വർഷം കൂടി കടന്നുപോയി അല്ലേ. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ദാറ്റ് വിൻ്റർ ഐ ടേൺഡ് 15. ആ വിൻ്ററിൽ എനിക്ക് 15 വയസ്സായി. അത്രയും വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ട് അല്ലേ. ഐ വാസ് ഓഫൺ സിക്ക്.
ബട്ട് ഐ വുഡിൻ റെസ്റ്റ്. എനിക്ക് അതിനിടയ്ക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഒന്നും റെസ്റ്റ് എടുക്കാതെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി ഇറ്റ് വാസ് റെഡി ടു ടെസ്റ്റ്. അങ്ങനെ അവസാനം എന്തായിട്ടുണ്ടത്, അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് അല്ലേ, എന്ന് വെച്ചാൽ അത് റെഡി ആയിട്ടുണ്ട്. ഐ ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ ടു ചൂസ് എ ബുക്ക് ഫ്രം ഹിസ് ഓൺ ലൈബ്രറി. ദെൻ അവനെ കണ്ടുപിടിച്ച മാർഗം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാം, ഹെഡ് മാസ്റ്ററുടെ അടുത്ത് അവരുടെ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് ചൂസ് ചെയ്യാൻ പറഞ്ഞു അല്ലേ, ബുക്ക് തിരഞ്ഞെടുക്കാൻ പറയാണ്. എ ബുക്ക് ഐ ഹാഡ് നെവർ ഹിയർഡ് ഓഫ് ബിഫോർ. ഞാൻ മുന്നേ കേട്ടിട്ടില്ലാത്ത ഒരു ബുക്കിനെ കുറിച്ച് അല്ലേ, അങ്ങനെയുള്ള ഒരു ബുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ദെൻ പ്ലീസ് റീഡ് ഇറ്റ് അലൗഡ് സാർ ഐ സെഡ്. എന്നിട്ട് ഹെഡ് മാസ്റ്ററോട് പറയാണ്, നിങ്ങൾ അതൊന്ന് ഉറക്കെ വായിക്കൂന്നല്ലേ. ഡോക്ടർ പിക്നിയർ ബിഗാൻ. അങ്ങനെ പിക്നിയർ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യാണ്, വായിക്കാൻ തുടങ്ങാണ്. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും ഐ ഇൻറ്ററപ്റ്റഡ് എന്ന് വെച്ചാൽ എന്താ, തടസ്സപ്പെടുത്തി എന്നാണ് അല്ലേ, അദ്ദേഹത്തെ ഞാൻ തടസ്സപ്പെടുത്തി. യു ക്യാൻ ഗോ മച്ച് ഫാസ്റ്റ് സാർ. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വായിക്കൂ സാർ എന്ന് അദ്ദേഹത്തോട് പറയാണ് അല്ലേ. ആസ് ഹി റീഡ്, അങ്ങനെ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ കോപ്പി ഡൗൺ ദി വേർഡ്സ് സ്പെല്ലിംഗ് ഈച്ച് വൺ കറക്റ്റ്ലി. അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഓരോ കാര്യങ്ങളും ഓരോ വാക്കുകളും ഞാൻ എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് ഓരോ വാക്കുകളും കറക്റ്റായിട്ട് ഞാനത് കോപ്പി ചെയ്യാണ് അല്ലേ, എന്ന് വെച്ചാൽ അവൻ കണ്ടുപിടിച്ച ആ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് അദ്ദേഹം വായിച്ച കാര്യങ്ങളൊക്കെ ഇവന് എഴുതുകയാണ് ചെയ്യുന്നത്. മൈ ന്യൂ കോഡ് യൂസ്ഡ് ജസ്റ്റ് 6 dots. എൻ്റെ പുതിയ കോഡ് എങ്ങനെയാണ്, ആകെ 6 dots വെച്ചല്ലേ, 6 dots മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു കോഡായിരുന്നു അത്. അറേഞ്ച്ഡ് ഇൻ 2 columns ലൈക്ക് ഡൊമിനോസ് പോലെ ഇതുപോലെ 2 കോളത്തിലായിട്ട് 6 dots വെച്ച് തയ്യാറാക്കിയ കോഡാന്നാ പറയുന്നത് അല്ലേ. ഈച്ച് ഡോട്ട് പാറ്റേൺ സ്റ്റുഡ് ഫോർ എ ലെറ്റർ ഓഫ് ദി ആൽഫബറ്റ്. അതിലെ ഓരോ ഡോട്ട് പാറ്റേണും ആൽഫബറ്റിലെ അക്ഷരമാലയിലെ ഓരോ ലെറ്ററിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദ ന്യൂ കോഡ്? ന്യൂ കോഡിൽ എന്തായിരുന്നു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നത് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ, അത് തന്നെയാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ന്യൂ കോഡ് യൂസ്ഡ് ജസ്റ്റ് 6 dots arranged in 2 columns like dominoes. Each dot pattern stood for a letter of the alphabet. The headmaster stopped reading when he came to the end of the chapter. ഹെഡ്മാസ്റ്റർ വായിച്ചുകൊണ്ടിരിക്കല്ലേ, ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തിലെത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വായിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു അല്ലേ, നിർത്തി. അപ്പോൾ എന്താണ് ഇവിടെ ഹെഡ് മാസ്റ്റർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവൻ യൂസ് ചെയ്തിട്ടുള്ള ആ കോഡ് വെച്ചിട്ട് ആ വായിച്ചുകൊണ്ടിരിക്കുന്ന പാഠം മുഴുവൻ എഴുതിയെടുക്കുക ചെയ്യുന്നത് അല്ലേ. ദെൻ ഐ ടേൺഡ് മൈ പേജസ് ഓവർ. ദെൻ ഇവൻ എന്ത് ചെയ്യുക, ഇവന് എഴുതിയിട്ടുള്ള പേജുകളുണ്ടല്ലോ, ആ പേജ് അവനിങ്ങനെ മറിച്ചുകൊണ്ട് റീഡിങ് ബൈ ടച്ച് ചെയ്തുകൊണ്ട് അതിങ്ങനെ തൊട്ട് നോക്കി വായിച്ചുകൊണ്ട് ഐ റിസൈറ്റഡ് ദ എൻറ്റയർ ചാപ്റ്റർ. ദെൻ അവൻ ആ എഴുതിയിട്ടുള്ള ആ ചാപ്റ്റർ അല്ലേ, അദ്ദേഹം വായിച്ചു കൊടുത്ത ആ പാഠം മുഴുവനും അവൻ ആ എഴുതിയിട്ടുള്ള കോഡിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയിട്ട് തൊട്ട് മനസ്സിലാക്കിയിട്ട് അവനും ആ ഒരു പാഠം ഫുള്ളും വായിക്കുക ചെയ്യുന്നത്. ലൂയിസ് യു ഡിഡ് ഇറ്റ്, ദി ഹെഡ് മാസ്റ്റർ ഷൗട്ടഡ്. ലൂയിസ് നീ അത് ചെയ്തു, അല്ലെങ്കിൽ നീ അത് നേടി എന്ന് ഹെഡ് മാസ്റ്റർ ഷൗട്ട് ചെയ്യുക, ഉറക്കെ പറയാണ്. വേർഡ് സ്പ്രെഡ് ക്വിക്ക്ലി. ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു വാർത്ത പെട്ടെന്ന് എല്ലായിടത്തും പരന്നു അല്ലേ. ദി അതർ സ്റ്റുഡൻസ് റഷ്ഡ് ടു ട്രൈ ഇറ്റ്. ബാക്കി കുട്ടികളൊക്കെ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റഷ് ചെയ്ത് കുതിച്ചു വന്നു, ഓടി വന്നു എന്ന് പറയുന്നത്. സോ ഈസി ദ സെഡ്. അവരെല്ലാവരും പറയാണ് സോ ഈസി, ഇത് ഭയങ്കര ഈസി ആണല്ലോ എന്നല്ലേ. ആൻഡ് സോ ഫാസ്റ്റ്, അതുപോലെ ഭയങ്കര ഫാസ്റ്റുമാണ്. വി ക്യാൻ റീഡ് വേർഡ്സ് ആൻഡ് റൈറ്റ് ലെറ്റേഴ്സ് ലൈക്ക് എവ്രി വൺ എൽസ്. ബാക്കിയുള്ളവരെല്ലാവരെയും പോലെ തന്നെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, വാക്കുകളും എഴുതുവാനും വായിക്കുവാനും ഒക്കെ പറ്റും എന്നവർ പറയാണ്. യെസ് ഐ ഹാഡ് ഡൺ ഇറ്റ്. അതെ, ഞാനത് ചെയ്തു. അപ്പോൾ ഇവിടെ ലൂയിസ് ബ്രെയിലി എന്ന് പറയുന്ന വ്യക്തി ഈ കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അവർക്കും വായിക്കാനും ലെറ്റേഴ്സൊക്കെ ബുക്സൊക്കെ വായിക്കാനും എല്ലാത്തിനും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് ആ ഒരു സ്റ്റോറിയാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ എഴുതുന്നതിനെ പറയുക അറിയോ, ബ്രെയിലി ലിപി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ ഇദ്ദേഹം കണ്ടുപിടിച്ച കോഡ് യൂസ് ചെയ്ത് എഴുതുന്ന ബുക്സൊക്കെ ഉണ്ടാവുക. കണ്ടല്ലോ, ഇതുപോലെ ഡോട്ട്സ് ആയിരിക്കും, അതിലിങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ ഏത് ലെറ്റർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ബുക്സ് വായിക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. ദെൻ ഇതിലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി വരുന്നുണ്ട്. ഹൗ ഡിഡ് ദ അതർ സ്റ്റുഡൻസ് റിയാക്ട് ടു ലൂയിസ് ന്യൂ സിസ്റ്റം? ലൂയിസിൻ്റെ ന്യൂ സിസ്റ്റത്തോടിലെ പുതിയ ഒരു കോഡിനോട് ബാക്കിയുള്ള സ്റ്റുഡൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റുഡൻസ് റഷ്ഡ് ടു ട്രൈ ദി ന്യൂ സിസ്റ്റം. കുട്ടികളെല്ലാവരും ആ പുതിയൊരു സിസ്റ്റം
ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഓടി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് സോ ഹാപ്പി ബിക്കോസ് ഇറ്റ് ഈസ് സോ ഈസി ആൻഡ് ഫാസ്റ്റ് ടു റീഡ് ആൻഡ് റൈറ്റ്. അതുപോലെ തന്നെ ആൻഡ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ. കാരണം എന്താ, ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റം ഉപയോഗിച്ച് എഴുതാനും വായിക്കാനും ഒക്കെ ഭയങ്കര ഈസിയും ഫാസ്റ്റും ഒക്കെ ആയിരുന്നു.